ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും എന്തൊരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ ഗംഗാപ്രസാദിനെയാണ് കാണിക്കുന്നത്. ഗംഗാപ്രസാദ് ആണെങ്കിൽ പുഴ കടന്ന് പോകുവാനായിട്ട് വള്ളത്തിൽ കയറി ഇങ്ങനെ തുഴഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ പുഴയിലെത്തിയതും ആ പപ്പാഞ്ഞിയുടെ വേഷമൊക്കെ അങ്ങ് ഒഴുക്കി കളയുക. ഈ സമയം ഗംഗാപ്രസാദ് കാട്ടിലെത്തിയതും പതുക്കെ പതുക്കെ നടന്നു പോവുക. ഈശ്വര, ഒരടി മുന്നോട്ട് എടുത്തു വെക്കാൻ പറ്റുന്നില്ലല്ലോ, എന്ത് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഗംഗാപ്രസാദ് കാട്ടിനകത്ത് തളർന്നു വീണു. ഈ സമയം പിന്നീട് കാണിക്കുന്നത് കാർത്തികയും ലക്ഷ്മിയെയും പിന്നെ നമ്മുടെ കല്യാണിയുമാണ്. അവർ മൂന്നുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇത്ര നേരമായിട്ട് പോയവരെ കാണുന്നില്ലല്ലോ മോളെ, അവർ വരും അമ്മ സങ്കടപ്പെടാതിരിക്കെ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുക കല്യാണി. ഇതേ സമയം കിരണും പ്രകാശനും എത്തുക. കോളിംഗ് ബെല്ലടിച്ചതും ജനൽ വഴി കല്യാണി നോക്കി. അവരെന്ന് തോന്നുന്നു, ഞാൻ തുറക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണി പോയി വാതിൽ തുറക്കുക. വാതിൽ തുറന്നതും അവർ രണ്ടുപേരും അകത്തേക്ക് കയറി. എന്തായി കിരണേട്ടാ, അകത്തേക്ക് വാ, പറയാം എന്നും പറഞ്ഞുകൊണ്ട് അകത്ത് കയറിയതിന് ശേഷം കിരണും പ്രകാശനും അവരെ നോക്കുക. ആരായിരുന്നു വല്ല മനസ്സിലായോ? കരോളുകാരുടെ വേഷത്തിലെത്തിയത് മറ്റാരുമല്ല, പള്ളിയിൽ നിന്ന് വന്നവർ തന്നെയാണ്. പക്ഷെ അവരുടെ കൂടെ ഇടയിൽ വെച്ചൊരുത്തം കൂടി കയറി. അയാളും സാന്റയുടെ വേഷം തന്നെയായിരുന്നു അണിഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ വിചാരിച്ചു അവരെ പോലെ ആരെങ്കിലും പിരിവിന് വന്നതായിരിക്കുമെന്ന്. അങ്ങനെ ഇടയിൽ കൂടെ കയറിയിട്ട് നമ്മുടെ വീടിന്റെ ഗേറ്റിലൊന്ന് തട്ടിയതിന് ശേഷം 2-3 വീടും കൂടെ കയറുന്നത് പോലെ അഭിനയിച്ചിട്ട് അയാൾ അങ്ങ് പോയി എന്നാണ് കേട്ടത്. അപ്പോൾ ഉറപ്പായിട്ടും ഉറപ്പിച്ചോ, ഇത് ഗംഗയുടെ ആള് തന്നെയാണ്. അതെ, അമ്മയെ ഇവിടെ കൊല്ലാനായിട്ട് കയറി വന്നവൻ ഉറപ്പായിട്ടും ഗംഗയുടെ ആളാര് തന്നെയാണ്. കിരൺ മോനെ, ഒരു കാര്യം ഞങ്ങൾ തർപ്പിച്ച് പറയാം, ആ ഗംഗാപ്രസാദ് മരിച്ചിട്ടുണ്ടാവില്ല. അവൻ അങ്ങനെ മരിക്കുന്ന കൂട്ടത്തിലുള്ളവനല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് അവൻ മരിച്ചിട്ടില്ല എന്ന്. അത് കേട്ടതും അതൊക്കെ വെറും തോന്നല, അവൻ മരിച്ചു എന്ന് പറഞ്ഞത് സത്യ. അത് കേട്ടതും നമ്മുടെ കാർത്തിക, ഇല്ല കിരണേ, എനിക്ക് നല്ല സംശയമുണ്ട്, അവൻ മരിച്ചിട്ടില്ല എന്നുള്ളൊരു മനസ്സിൽ തോന്നല് കടന്നുകൂടിക്കൊണ്ടിരിക്കുക. എന്തായാലും നമുക്ക് അതിനെ ചൊല്ലിയൊരു തർക്കം വേണ്ട, അവൻ മരിച്ചു കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരണും പറയുക. ഇത് കേട്ടതും പക്ഷേ ഇനി ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ അമ്മയും മോളും ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല, അതുകൊണ്ട് വീട്ടിലേക്ക് പോരും. അയ്യോ ഇല്ലച്ചാ, ഇനി അങ്ങനെ ഒരു വരവ് ഞങ്ങളുടെ അതൊന്ന് പ്രതീക്ഷിക്കണ്ട. അത് ശരിയാ പ്രകാശേട്ടാ, ഞങ്ങൾ അങ്ങോട്ട് വരില്ല. നിങ്ങളൊന്ന് സൂക്ഷിക്കണം, പേടിക്കണം, ഗംഗാപ്രസാദിനെ നന്നായിട്ട് പേടിക്കണം. കാരണം അവനിപ്പോൾ ഒരുപാട് ഇത് ചെയ്തുകൊണ്ടിരിക്കുക. അവൻ മാത്രമല്ല, അവൻ്റെ ആൾക്കാരും വെളിയിലുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഗംഗാപ്രസാദ് ജീവനോടെ ഉണ്ടെങ്കിൽ അവൻ അത്ര പെട്ടെന്നൊന്നും തിരിച്ചു വരാൻ സാധ്യതയില്ല. അത് കേട്ടതും എന്തായാലും അവനെ നമ്മൾ പേടിച്ചേ മതിയാകൂ. അതുകൊണ്ട് തന്നെ അവൻ തന്നെയാണ് വന്നത് എന്നുള്ളൊരു സംശയം ഞങ്ങൾക്കുണ്ട്. കാർത്തിക മോള് വെടിവെച്ചില്ലായിരുന്നെങ്കിൽ അവൻ ഓടി രക്ഷപ്പെടില്ലായിരുന്നു. അങ്ങനെയെങ്കിൽ അവനെ ആരാന്ന് മനസ്സിലാക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ നിൽക്കുക. ഒരു കാര്യം ഞാൻ പറയാം, രണ്ടുപേരും ഇവിടെ നിൽക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത് കൊണ്ട് വാതിൽ നന്നായിട്ട് അടച്ചു പൂട്ടിക്കോണം. അല്ല, നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ, ആര് വന്ന് വിളിച്ചാലും വാതിൽ തുറക്കണ്ട. അല്ല, അവൻ വന്നന്ന് കുത്തി തുറന്നതിന് ശേഷം പിന്നാമ്പുറത്തെ വാതിലിൻ്റെ മുറുക്കം കൂട്ടണമെന്ന് പറഞ്ഞിട്ട് അതെന്തെങ്കിലും ചെയ്തായിരുന്നോ? എൻ്റെ മോനെ അതൊക്കെ ചെയ്തു, ബുദ്ധിപരമായിട്ടാണ്. അവൻ്റെ ആൾക്കാർ ഇതിനൊക്കെ MBBS എടുത്തവരാ. അതുകൊണ്ട് തന്നെ നമ്മൾ എത്രയൊക്കെ മെനക്കി പണിഞ്ഞാലും അവരത് കുത്തി തുറക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അതുകൊണ്ട് നമ്മൾ എത്ര ശ്രമിച്ചിട്ടും ഒരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് നമ്മുടെ ലക്ഷ്മി അമ്മ ഇങ്ങനെ ഇരിക്കുക. ലക്ഷ്മി, ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. കാർത്തിക മോളുടെ കല്യാണം ആ സമയത്ത് നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല. നിങ്ങൾ എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോരുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ഇവിടെ നിൽക്കാം. ബൈജുവിനെ വിടട്ടെ. വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട. ഇനി ഞങ്ങൾക്ക് വേണ്ടി ഒരാളെയും ബലിയാടാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. മരണം അടുത്തിട്ടുണ്ടെങ്കിൽ മരിച്ചിരിക്കും, അത് ശരിയാ. മരണം അടുത്തിട്ടുണ്ടെങ്കിൽ മരിക്കും. കാരണം 2 പ്രാവശ്യം എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നതാ. 3ാമത്തെ പ്രാവശ്യം കുത്തേക്കുകയും ചെയ്തു. എന്നിട്ടും ഞാൻ മരിച്ചില്ല. മരണം അടുത്ത് വന്നാലേ ദൈവം കൊണ്ടുപോകും. അതുപോലെ ദീപയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒറ്റ കുത്തി തന്നെ അവള് പോയി. അവളാ ഭാഗ്യം ചെയ്തവള്. ഒരുപാട് നരയിക്കേണ്ടി വന്നില്ല അവൾക്ക് എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശം കരയുക. ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞ് ഓർത്തും വിഷമിക്കേണ്ട. എന്തായാലും നിങ്ങൾ ചെല്ല്. എന്നാൽ പിന്നെ ഞങ്ങൾ പോട്ടെ. ശരി, നിങ്ങൾ ചെല്ല്, ധൈര്യമായിട്ട് ചെല്ല്, ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കാർത്തികയും ലക്ഷ്മിയും അവരെ ആശ്വസിപ്പിച്ച് പറഞ്ഞു വിടുക. ഈ സമയം അവരവിടെ അവരുടെ വീട്ടിൽ പോയി കോളിംഗ് ബെല്ലടിക്കുക. കോളിംഗ് ബെല്ലടിച്ചതും ബൈജു പെട്ടെന്ന് തന്നെ വാതിൽ തുറന്നു. എടാ മരങ്ങോടാ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, കോളിംഗ് ബെല്ല് കേട്ട ഉടനെ വാതിൽ തുറക്കരുത്, ജനലിൽ കൂടി ആരാണ് നോക്കണമെന്ന്. അവൻ്റെ അളിയെ ഞാനത് ഓർത്തില്ല. നിങ്ങൾ പോയപ്പോൾ മുതൽ ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുമായിരുന്നു.
ആ എന്തായി അളിയ എന്നിട്ട് ആരാ വന്നത്? ഒന്നും പറയണ്ടടാ. കരോളുകാരുടെ കൂടെ ആരോ സാന്റാക്ലോസ് വേഷം മാറിയ വന്നത്. ഇപ്പൊ ആരൊക്കെ എന്നിട്ട് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാളിയാ? ഒന്നും സംഭവിച്ചൊന്നുമില്ല. തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. കാർത്തിക അവന് നേരെ നിറയൊഴിച്ചതുകൊണ്ട് രക്ഷപ്പെട്ടു. എന്നിട്ട് ചത്തോ? കൊല്ലാൻ വന്നവൻ ചത്തോ അളിയാ? അവൻ ചത്തൊന്നുമില്ലടാ. അവന്റെ നേരെ വെടി കൊണ്ടില്ല. അത് കേട്ടതും കൊല്ലണ്ടതായിരുന്നു. എന്ത് ചെയ്യാനാടാ? ആയുധം കണ്ടവൻ പേടിച്ചോടി. നമുക്ക് ഉന്നറിയില്ലെന്ന് അവൻ അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ എന്തായാലും അവൻ രക്ഷപ്പെട്ട് തലനാരിഴയ്ക്ക് ഓടി. എന്നാലും എന്തൊരു കഷ്ടമായത്. ഒരു മനസ്സമാധാനം ഇല്ലല്ലോ. എന്ത് ചെയ്യാനാടാ? എല്ലാം കൊണ്ടും നമ്മൾ ആകെ ഇതായിട്ടായിരിക്കുന്നത്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിച്ചാലും ഇനി അങ്ങോട്ട് കാർത്തികയുടെ കല്യാണം വരെ പേടിക്കേണ്ട കാര്യം ബൈജു. എന്നാ എൻ്റെ ദീപയെ കൊണ്ടുപോയി അതുപോലെ ഇനി കാർത്തികയെയും ലക്ഷ്മിയെയും എന്തെങ്കിലും ചെയ്യുമെന്നുള്ള പേടി എനിക്കുണ്ട്. അച്ഛൻ പോയി കിടന്നു ഉറങ്ങ്. സമയം 3 മണി കഴിഞ്ഞു. സാരമില്ല മോളെ, ഇനി എനിക്ക് ഉറക്കം വരില്ല. ഒരു സമാധാനവും ഇല്ല. അമ്മയെ മോളെ ഇങ്ങോട്ട് വിളിച്ച അവരാണെങ്കിൽ വരുന്നുമില്ല. എന്ത് ചെയ്യാൻ നമ്മൾ ഒരുപാട് നിർബന്ധിച്ചതല്ലേ. അവർ വരാത്തതിനിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സാരമില്ല, എന്തായാലും സമാധാനമായിട്ടിരിക്കും. ഒന്നും സംഭവിക്കില്ല. എല്ലാവരും പറഞ്ഞതുപോലെ ഇനി ആ ഗംഗാപ്രസാദ് ജീവിച്ചിരിക്കുന്നുണ്ടോ കിരണേട്ടാ? അത് കേട്ടതും അങ്ങനെ ഒരു സംശയം വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല കല്യാണി. അളിയ, അങ്ങനെ ഒരു സംശയം എല്ലാവർക്കും ഉണ്ട്. കാരണം അളിയൻ അവന്റെ മരണം ഉറപ്പാക്കിയിട്ടാണ് അവനെ വിട്ടിരുന്നതെങ്കിൽ ആ സംശയം ആർക്കും ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ അളിയൻ അവന്റെ മരണം ഉറപ്പാക്കിയിട്ടില്ല. അളിയൻ അവനെ കൊക്കയിലേക്ക് തള്ളിയിട്ടു എന്നുള്ള കാര്യം സത്യമാണ്. പക്ഷെ അവിടെ എന്ത് സംഭവിച്ചു, എന്ത് നടന്നു, അവൻ എങ്ങോട്ട് പോയി, എവിടെയാണുള്ളത്, അവനെ കാട്ടിലെ മൃഗങ്ങൾ കഴിച്ചോ എന്നൊന്നും അറിയില്ല. അങ്ങനെയുള്ള സ്ഥിതിക്ക് ഇനി നമ്മൾ സൂക്ഷിക്കണം, നന്നായിട്ട് സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബൈജു ഇങ്ങനെ ടെൻഷൻ അടിക്കുക. ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതിനെക്കുറിച്ച് ഓർത്ത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലടാ. എന്തായാലും നമുക്ക് നോക്കാം കാര്യങ്ങളുടെ പോക്ക് എങ്ങോട്ടാന്ന്. ആ സ്റ്റെഫിയെ ആരൊക്കെ കാണാൻ വരുന്നുണ്ടെന്ന് അന്വേഷിക്കണം. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ അളിയാ. ആ ഗംഗാപ്രസാദ് കാർത്തികയും ലക്ഷ്മിയമ്മയും കൊല്ലാൻ വന്നതൊക്കെ സ്വത്തിന് വേണ്ടിയാ. അങ്ങനെയുള്ളപ്പോ ഗംഗാപ്രസാദ് മരിച്ചു. ഇനി ഗംഗാപ്രസാദിന്റെ പേരിൽ മറ്റുള്ളവര് അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത് എന്തിനാ? അത് തന്നെയല്ലേ സംശയം. അതിന്റെ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റെഫി അവളുടെ കാമുകനായിരുന്നു ഗംഗ. അങ്ങനെയുള്ളപ്പോ ഗംഗയുടെ മരണം അവൾക്ക് സഹിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ജയിലിൽ അവളെ കാണാൻ പോയവരോട് ഗംഗയെ കൊന്നവരെ തീർക്കണമെന്ന് പറഞ്ഞു കാണും. അങ്ങനെയുള്ളപ്പോ അങ്ങനെയാണെങ്കിൽ അളിയനെയല്ലേ കൊല്ലേണ്ടത്. അവരുടെ അടുത്തേക്ക് പോകുന്നത് എന്തിനാ? എനിക്കറിയില്ല. എന്തായാലും നമുക്ക് കാട്ടിൽ ഒന്നും കൂടെ ഒന്ന് അന്വേഷിക്കാം. ഇപ്പോൾ എന്തായാലും പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞ് അവരോട് ഉറങ്ങാനൊക്കെ പറയുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അമലുവിനെയാണ്. നേരം വെളുത്തതും അമലു ചായയും കൊണ്ട് പോയി ഗംഗാപ്രസാദിനെ വിളിക്കുക. ഇന്നലെ രാത്രി വിളിച്ചപ്പോഴേ എഴുന്നേറ്റില്ല. ക്ഷീണം ഉണ്ടാവും. വിനായകേട്ടാ എന്നും പറഞ്ഞ് കഥകൾ തട്ടിക്കൊണ്ടേയിരിക്കുക. പക്ഷെ ഗംഗ തുറക്കുന്നില്ല. ഇതെന്താ തുറക്കാത്തത്? ഇന്നലെ രാത്രി ഞാൻ വന്ന് കുറെ വിളിച്ചിട്ട് തുറന്നില്ലല്ലോ. എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ എൻ്റെ കാളിയമ്മ എന്നും പറഞ്ഞോണ്ട് പോയി വാതിൽ തള്ളി നോക്കിയപ്പോഴത്തേക്ക് തുറന്നു വന്നു. ഇതെന്താ വാതിൽ തുറന്നാണല്ലോ കിടക്കുന്നേ? തുറന്നിട്ടിട്ടാണോ ഇന്നലെ ഉറങ്ങിയത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അവൾ ഉള്ളിലൊക്കെ പോയി നോക്കുക. അവിടെയൊന്നും ഗംഗയെ കാണുന്നില്ല. വിനായകേട്ടാ ഇതെവിടെ പോയി? വിനായകേട്ടനെ കാണുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ അമലു ആ മുറി മുഴുവൻ അന്വേഷിക്കുക. പക്ഷെ അവിടെ എങ്ങും കാണുന്നില്ല. ഈ സമയം പുറത്തേക്ക് വന്നു. മൂപ്പൻ പല്ല് തേച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പാ എന്താ മോളെ? വിനായകേട്ടനെ കണ്ടോ അപ്പാ? ഇല്ല മോളെ, റൂമിൽ കാണുന്നില്ലപ്പാ. റൂമിൽ കാണുന്നില്ലേ? എവിടെ പോകാനാ? അത് കേട്ടതും എനിക്കറിയില്ലപ്പാ, ഞാനിപ്പോ ചുക്ക് കാപ്പിയും കൊണ്ട് പോയതാ. അപ്പോ വിനായകേട്ടനെ കാണുന്നില്ല. എവിടെ പോകാനാ മോളെ? അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. അല്ല, അപ്പ വല്ലതും കണ്ടോ വിനായകേട്ടൻ നടക്കാൻ പോകുന്നത്? ഇല്ലല്ലോ. ഇത്രയും രാവിലെ നടക്കാൻ പോയാ കാട്ടുമൃഗങ്ങൾ ഇറങ്ങി നടക്കുന്ന സമയമല്ലേ, വേട്ടനായ്ക്കള് ശാപ്പിടും. അത് കേട്ടതും ഈശ്വര, പിന്നെ എവിടെ പോയി കാണും? എവിടെയും ഇല്ലല്ലോ. എനിക്കാണെങ്കിൽ പേടിയായിട്ട് പാടില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും അപ്പ? വേലുവിനോടൊന്ന് അന്വേഷിക്കാൻ പറയപ്പ എന്നൊക്കെ പറയാ. എവിടെയും പോകാൻ വഴിയില്ല മോളെ, ഇവിടെ എവിടെയെങ്കിലുമൊക്കെ തന്നെ ഉണ്ടാവും. മോള് ധൈര്യമായിട്ടിരിക്കേ എന്നൊക്കെ പറഞ്ഞ് ഇവിടെയൊക്കെ നോക്കുക. പക്ഷെ എവിടെയും കാണുന്നില്ല. ഈ സമയം വേലു വരിക. എടാ വേലു, നീ ആ പയ്യനെ കണ്ടോ? ഏത് പയ്യൻ? വിനായകനോ? ഞാനെങ്ങനെയാ അവനെ കാണുന്നേ? അവനെ കാണുന്നവനല്ലടാ. എവിടെ പോയിന്ന് അറിയില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവൻ പോകുമെന്ന്. അവനെ വിശ്വസിക്കരുതെന്ന്. അവൻ മുങ്ങുമെന്ന്. ഇപ്പൊ എന്തായി? അങ്ങനെ ചെയ്യുന്ന ആളല്ല വിനായകേട്ടൻ. അത് ശരിയാണല്ലോ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അപ്പ
എനിക്ക് നല്ല സംശയമുണ്ട്. ഇയാൾ ഇനി വിനായകേട്ടൻ എന്തെങ്കിലും ചെയ്തോന്ന്. ഞാനെന്തിനാ അങ്ങനെ ചെയ്യുന്നേ? ഇയാൾക്ക് പണ്ട് മുതലേ വിനായകേട്ടന് ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ട് തന്നെയാ അങ്ങനെ ചെയ്യുന്നത്. ദേ അങ്ങനെയൊന്നും പറയണ്ട. ഞാൻ മാമ ഇല്ലെങ്കിൽ തന്നെ അയാളെ സൂക്ഷിക്കണമെന്ന് ആദ്യം മുതലേ പറഞ്ഞതല്ലേ. നമുക്ക് ഫോറസ്റ്റുകാരെ അവനെ കുറിച്ച് വിവരം അറിയിച്ചാലോ? ദേ ഒരു ഒറ്റ അടി ഞാൻ കരണത്തിട്ട് തരും. അവനെ കുറിച്ച് ഒരു വാക്ക് പോലും ആരോടും പറയരുതെന്ന് എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ. പിന്നെ എന്തിനാ കൂടെ കൂടെ ചോദിക്കുന്നത്? അവൻ ശരിയല്ല മാമ. അവന്റെ കള്ള നോട്ടവും മുഖോച്ചായും ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാം അവൻ എന്തോ കള്ള ലക്ഷണമുണ്ട് എന്നൊക്കെ പറയാ. അങ്ങനെയൊന്നും പറയണ്ട. ആ പയ്യൻ എവിടെ പോയെന്നൊന്ന് അന്വേഷിക്കടാ വേലു. അത് കേട്ടോണ്ട് എടുക്കുന്നത് അമല് നോക്കിയപ്പോ നമ്മുടെ ഗംഗ നടന്നു വരിക. ദേ ആരാ വരുന്നേന്ന് നോക്കിയേ. അത് കണ്ടതും അമലുവിന് സന്തോഷായി, മൂപ്പനും. അപ്പോ ഇത് എവിടെ പോയതാ വിനായകേട്ട? ഞങ്ങൾ ആകെ പേടിച്ചു പോയല്ലോ എന്നും അമലു. അത് കേട്ടതും ഞാൻ നടക്കാൻ പോയതാ. നടക്കാൻ പോയതെന്നാണോ പറഞ്ഞത്? അത് കേട്ടതും അതെ അപ്പ നടക്കാൻ പോയതെന്നാ പറഞ്ഞത്. എന്താ മോനെ ഇത്? ഇപ്പൊ മൂടൽ മഞ്ഞ, കോടമഞ്ഞ്. ആ സമയത്ത് ഇങ്ങനെ നടക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാല് കാട്ടുമൃഗങ്ങളും കാട്ടുനായ്ക്കളും അതിന്റെ ഇടയിലുള്ളത് നമുക്ക് കാണാൻ പറ്റില്ല. മറിഞ്ഞിരുന്ന് ആക്രമിക്കും. ഞങ്ങൾ കാട്ടിലുള്ളവരായതുകൊണ്ട് അത്രക്കങ്ങ് പേടിക്കേണ്ട ആവശ്യമില്ല. വന്യമൃഗങ്ങൾ വന്നാലും അവരെ ആക്രമിക്കാനുള്ള കഴിവുമുണ്ട്, തൻ്റെ ഇടമുണ്ട്. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല. ദേ സൂക്ഷിക്കണം. അപ്പോ ഞാൻ ഈ കാട്ടില് കുറെ ഇടങ്ങളൊക്കെ കാണിച്ചു തന്നതിൻ്റെ ഇതാണല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമല് ദേഷ്യപ്പെടുക. അത് കേട്ടതും ഇനി പോകില്ല, വെറുതെ ബോറടിച്ചപ്പോ ഒന്ന് ഇറങ്ങിയതാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗംഗ അമലുവിനെ ആശ്വസിപ്പിക്കുക. ഈ സമയം മോളെ എന്ന മോനെ കൊണ്ട് അകത്തിരുത്തിട്ട് ചുക്ക് കാപ്പി ഇട്ടുകൊട്, തൊട്ടവേന മറ്റോ പിടിക്കും. ശരിയപ്പ എന്നും പറഞ്ഞുകൊണ്ട് അമല് വിനായകനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവുക. മാമ അവന്റെ മുഖം മാമൻ ശ്രദ്ധിച്ചായിരുന്നോ? ഇല്ല. എന്താടാ? അവന്റെ മുഖത്തൊരു കള്ള ലക്ഷണമുണ്ട്. അവൻ എന്തോ ഒപ്പിച്ചിട്ട് വന്നിരിക്കുക. മാമ സൂക്ഷിക്കണം. അവനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് മാമ ഒരു കാര്യം ഞാൻ പറയാം. അവൻ അത്രയ്ക്ക് ശരിയല്ല. അവൻ പന്തിയല്ല. അവൻ ഇവിടെ നിന്നാല് നമുക്കത് ആപത്തുണ്ടാക്കും. മിണ്ടരുത്, മിണ്ടിപ്പോരുത് നീ. വെറുതെ അല്ല അമല് നിന്നെ സംശയിക്കുന്നത്. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എത്ര നല്ല പയ്യനാ വിനായകൻ, എന്നിട്ട് അതുപോലും മനസ്സിലാക്കാതെ ആ പയ്യനെ സംശയിച്ചുകൊണ്ട് നടക്കുവാണോടാ നീ? മര്യാദയ്ക്ക് നീ നിന്റെ ജോലി നോക്കിക്കോ. ഇപ്പൊ കോടമഞ്ഞിറങ്ങുന്ന സമയം. ഈ സമയത്ത് അവനവന്റെ ജോലി നോക്കാൻ പോലും പറ്റാതെ ഓരോരുത്തന്മാര് വീട്ടിലിരിക്കുക. ആ സമയത്ത് നീയും വീട്ടിൽ കുത്തിരിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. നീ വീട്ടിലിരുന്ന വെറുതെ അമലുവിനെ ടെൻഷൻ എടുപ്പിക്കും. അതുകൊണ്ട് പോകാൻ നോക്ക്. പോയി വല്ല ജോലിയും ചെയ്യാൻ നോക്ക്. ഞാൻ പറഞ്ഞ ആയിരിക്കും മനസ്സിലാവില്ല. പക്ഷെ കണ്ടോ, അവൻ ഒരു ദിവസം ചതിച്ചിട്ട് പോകും. അന്നേരം എല്ലാവർക്കും മനസ്സിലാവും. അത് ഉറപ്പാ എന്നും പറയാ. അത് കേട്ടതും ആകെ ടെൻഷൻ അടിച്ച് മൂപ്പൻ നമ്മുടെ വേലുവിനെ വഴക്ക് പറഞ്ഞ് ഓടിക്കുക. ഈ സമയം വേലു സങ്കടത്തോടെ അങ്ങ് പോവുക. ഇതേ സമയം പിന്നീട് കാണിക്കുന്ന ഗംഗയാണ്. ഞാൻ ആഗ്രഹിച്ച കാര്യം. എന്നാ വിനായകന്റെ ചുക്ക് കാപ്പി. ദേ എന്തിനു വേണ്ടി ഇങ്ങനെ ഇറങ്ങി കിടക്കുന്നേ? സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? ഒരു മിനിറ്റ്. വിനായകേട്ടനെ കാണാതായപ്പോ എന്റെ ചങ്ക് കടന്ന് പിടയ്ക്കാൻ തുടങ്ങി. വിനായകേട്ടനെ അറിയാലോ, വിനായകേട്ടന്റെ കുഞ്ഞ് എന്റെ വയറ്റിൽ വളരുന്നുണ്ട്. ആ സമയത്ത് വിനായകേട്ടനെ ഇങ്ങനെ കാണാതായ എനിക്കത് സഹിക്കാൻ പറ്റില്ല. ദേ വിനായകേട്ടനെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോ ഒരാൾക്ക് ഭയങ്കര സന്തോഷമായി. വിനായകേട്ടൻ എന്നെ പറ്റിച്ചിട്ട് പോയതാണെന്നും വിനായകേട്ടൻ ഇനി തിരിച്ചു വരില്ല എന്നും പറഞ്ഞ് എന്നെ ഒരുപാട് വിഷമിപ്പിച്ചു. അപ്പൊ നമ്മുടെ ഗംഗ ഞാൻ അങ്ങനത്തെ ആളല്ല എന്നും പറയാതെ കേട്ടതും എനിക്കറിയാം. പക്ഷേ അപ്പനത് വിശ്വസിച്ചു പോകുന്നു എനിക്കും അറിയില്ല. എന്തായാലും ഇനി ഇങ്ങനെയൊന്നും സാഹസം കാണിക്കരുത് കേട്ടോ. ഒറ്റയ്ക്കൊന്നും എവിടെയും പോരുത്. ഈ ഗംഗാപ്രസാദ് പോയത് അവളെ തീർക്കാനാ കാർത്തികയെ. പക്ഷെ എന്റെ ലക്ഷ്യം നടന്നില്ല. സാന്റാക്ലോസ് വേഷത്തിലായി പോയതുകൊണ്ട് എന്റെ മുഖം ആർക്കും തിരിച്ചറിയാൻ പറ്റില്ല. അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇനിയിപ്പോ ഏത് വേഷത്തിൽ പോകുമെന്നാണ് ആലോചിക്കുന്നത്. ആലോചിക്കുന്നു എന്ത് പറഞ്ഞാലും ഒന്നിന് രണ്ടാമത്തെ വാക്കിന് ആലോചനയാ. വിനായകേട്ടന് ഒരു സങ്കടവും ഇല്ല. ദേ എന്നെ ഒറ്റക്കിട്ടേണ്ട എവിടേക്കും പോരുത് കേട്ടോ. നമ്മുടെ കുഞ്ഞ് എൻ്റെ വയറ്റിലുണ്ട്, അത് ഓർക്കണം കേട്ടല്ലോ. അത് കേട്ടതും നമ്മുടെ ഗംഗ ഞാനത് ഓർക്കാതിരുന്നിട്ടില്ല. ഒരിക്കലും എൻ്റെ അമലുവിനെ വിട്ട് എവിടെയും പോയില്ല. കാട്ടു ചെന്നായ്ക്കളെ ആക്രമിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്താനായിരുന്നു? ഞങ്ങൾ കാട്ടിലുള്ളവർക്ക് ഇതൊക്കെ ശീലമാണ്. ചെന്നായ്ക്കൾ വന്നാലും ഞങ്ങൾ അതിനെ ശരിപ്പെടുത്തും. പക്ഷേ ദേ വിനായകേട്ടൻ്റെ കാര്യം അങ്ങനെയല്ല. കാട്ടു ചെന്നായ്ക്കൾ വന്ന് അപകടപ്പെടുത്തിയ പിന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അത് കേട്ടതും കാട്ടു ചെന്നായ്ക്കളെക്കാളും വലിയ ചെന്നായിയാണ് മോളെ ഞാൻ. എൻ്റെ കാര്യം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഏത് ചെന്നായ വന്നാലും അതിനെ കറക്കിയെടുത്തെറിയാൻ എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് ആലോചിച്ചുകൊണ്ട് ഗംഗ ഇങ്ങനെ ഇരിക്കുക. ഇനി എനിക്കൊരു വാക്ക് തരണം, എന്നെ ഇട്ടച്ച് വിനായകേട്ടൻ പോകരുത്. അത് കേട്ടതും നമ്മുടെ ഗംഗ അമലുവിനെ നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിക്കുക. ഒരിക്കലും പോകില്ല എന്ന മട്ടില്. ഈ സമയം അമലുവും സന്തോഷത്തോടെ വിനായകന്റെ തോളിൽ ചാഞ്ഞു കിടക്കുകയാണ്.
നാട്ടിലെ പോലീസുകാർ അന്വേഷിക്കുന്ന കൊടും ക്രിമിനലാണ് ഗംഗാപ്രസാദ് എന്നറിയാതെ അമുല് കാണിച്ചു കൂട്ടുന്ന ഈ സാഹസം ഇനി എവിടെ ചെന്ന് അവസാനിക്കും? വേലുവിന്റെ വാക്ക് വിശ്വസിക്കാതെ എല്ലാവരും വേലുവിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുകയാണ്. എന്നാൽ ഒരിക്കലും ചതിക്കാതെ അമലുവിനെ പൊന്നുപോലെ നോക്കാനുള്ള മനസ്സുള്ള ഒരാളാണ് വേലു എന്ന് മനസ്സിലാക്കാതെ വിനായകനോട് അടുത്ത് ഇടപഴകി ചങ്ങാത്തം കൂടിയ അമലുവിന് ഇനി എന്ത് സംഭവിക്കുന്നു തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ.